പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. മത്തായി 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടാൻ, അന്വേഷിക്കുവിൻ കണ്ടെത്തും. ഈ തപസ്സുകാലത്തിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചോദിക്കണം കർത്താവിനോട്. കർത്താവ് കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയാണ്. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കല്ലറ പിളർക്കാൻ കഴിവുള്ള ഉദ്ധിതനായ ഈശോയ്ക്ക്, അതായത് പുറത്ത് നടച്ചത് അകത്തുനിന്ന് തുറന്നവന് നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന കാര്യങ്ങളല്ല, അടഞ്ഞുകിടക്കുന്ന മേഖലകളെല്ലാം പുറത്തുനിന്ന് തുറന്ന് അവനെ നമ്മൾ രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചോദിക്കുക തന്നെ വേണം. വളരെയധികം സ്നേഹത്തോടുകൂടെ ഈ നാളുകളിൽ നമുക്ക് ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കാം. ഈ കുർബാന ഏറ്റവും അനുഭവമുള്ളൊരു കുർബാനയാക്കി മാറ്റിയെടുക്കാം. നമുക്ക് സ്നേഹത്തോടെ ചോദിക്കാം, എളിമപ്പെട്ട്, നമുക്കൊരു അനുസരണക്കേടുമില്ലാതെ, ഒരു ധിക്കാരവും ഇല്ലാതെ, ഒരു മർക്കടമുഷ്ടിയുമില്ലാതെ, വളരെയധികം എളിമയോടുകൂടെ നമുക്ക് കർത്താവിനോട് നമ്മുടെ ഈ ബലിയർപ്പണത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ചോദിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോട് സഹോദരരെ, നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. ഇതെനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എപ്പോഴും നേരായവ ചിന്തിക്കാനും കൂടുതൽ സന്നദ്ധതയോടെ പ്രവർത്തിക്കാനുമുള്ള
ചൈതന്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങനെ അങ്ങയെ കൂടാതെ അസ്തിത്വമില്ലാത്ത ഞങ്ങൾ അങ്ങെ പിഞ്ചെന്ന് ജീവിക്കാൻ ശക്തരാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കിലേക്ക് ഓടി. അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അപകടം എൻ്റെ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു. കർത്താവേ, അങ്ങ് സകല ജനതകളിലും നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു എന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിലും നിന്ന് ഒരു ശാശ്വത അവകാശമായി തിരഞ്ഞെടുത്തു എന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർത്താവേ, അങ്ങ് ഇതെല്ലാം ഓർക്കണമേ. ഞങ്ങളുടെ ഈ കഷ്ടദിനങ്ങളിൽ അങ്ങയെ വെളിപ്പെടുത്തണമേ. ദേവന്മാരുടെ രാജാവേ, സകല അധികാരത്തിൻ്റെയും അധിപനെ, എനിക്ക് ധൈര്യം പകരണമേ. സിംഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഭാഷണ ചാതുര്യം നൽകണമേ. ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കേണ്ടതിന് അവന് മനംമാറ്റം വരുത്തണമേ. ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ. ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിൻ്റെ നന്ദി. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ്സു നമിക്കുന്നു. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവായ യേശുക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ. കർത്താവായ യേശുക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവിനും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും,
അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ പേര് തന്നെ പ്രാർത്ഥന ശ്രവിക്കുന്നവനെ എന്ന ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ്. സങ്കീർത്തനം 65:2, പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അപ്പം ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ, അല്ലെങ്കിൽ ദൈവമായിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥന ശ്രവിക്കുന്നവനാണ് ദൈവം. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനും നമ്മുടെ യാചനകൾ സമർപ്പിക്കുവാനായിട്ടുള്ള വലിയ സ്വാതന്ത്ര്യവും അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഈ പുണ്യങ്ങൾ അഭ്യസിക്കേണ്ട ഈ തപസ്സുകാലത്ത് പുണ്യങ്ങൾ അഭ്യസിച്ചും കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിയും കർത്താവിനോട് എന്ത് ചോദിച്ചാലും കർത്താവ് തരും. നമുക്കെന്തുകൊണ്ടാണ് ലഭിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥപരമായ ചില കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാകാം. ഒരിക്കലും ഒരു പ്രാർത്ഥന ഇങ്ങനെ അപേക്ഷപ്പെട്ടിന്ന് കിട്ടിയതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അത് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ്റെ പ്രാർത്ഥനയായിരുന്നു. അത് ഇപ്പോഴും ഞാൻ ഓർക്കും. കാരണം ആ പ്രാർത്ഥനയിലെ ചില കാര്യങ്ങൾ അത് നടക്കാത്ത കാര്യങ്ങളാണ്, എങ്കിലും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തന് അവനൊരു നല്ല പ്രണയമുണ്ട്. അപ്പോൾ അവൻ്റെ ആദ്യത്തെ പ്രാർത്ഥന 10ാം ക്ലാസ് കഴിഞ്ഞാലും പ്രണയം തുടരാൻ സാധിക്കണം. അതാണ് ആദ്യത്തെ പ്രാർത്ഥന. പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥന, അവൻ പ്രണയിക്കുന്ന പെൺകുട്ടി അവനേക്കാളും പൊക്കം കൂടുതലാണ്, ഇവന് പൊക്കം കുറവാണ്. അപ്പോൾ ഇവൻ്റെ പ്രാർത്ഥന, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയേക്കാൾ എനിക്ക് പൊക്കം തരണമേ. അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. ഇനി ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രണയം, അതുപോലെ മറ്റു വ്യാപാരങ്ങളുമായിട്ട് പോകുന്നയാൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യമാണ്, എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടണം. എന്നിട്ട് അവസാനം ഒരു നേർച്ചയും. ഇങ്ങനെ വേറെയും കുറേ പ്രാർത്ഥനകളുണ്ട്. ആ കൂട്ടത്തിൽ അവസാനം ഒരു നേർച്ച. ഇതെല്ലാം സാധിച്ചു കിട്ടിയാൽ 100 മെഴുതിരി കത്തിച്ചോളാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ എങ്ങനെയാണ് 100 മെഴുതിരി മേടിക്കുക എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും കാശ് കൊടുത്താലല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നടക്കൊന്നുമില്ല. നമുക്ക് ഇത് നടക്കാൻ പോയില്ലെന്ന്, ഇത് സാധ്യമല്ല, സ്വാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ പലരും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാകണം. നടക്കില്ലെന്നറിഞ്ഞിട്ടും പൊട്ട പ്രാർത്ഥനകൾ നടത്തുന്നവർ. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 4:3 ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ്. തിന്മയായിട്ടുള്ളവയാണ് ചോദിക്കുന്നത്. നമ്മളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുന്നല്ല, ഏതാണ് എൻ്റെ പ്രാർത്ഥന, എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, നടക്കുമോ? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒന്നും ചോദിക്കില്ല, അങ്ങനെ നിന്നു കൊടുക്കത്തേ ഉള്ളൂ. അതാണ് മറിയം ചെയ്തത്. മറിയം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നെ നിറവേറട്ടെ, ഒന്നും ചോദിക്കുന്നില്ല. കാരണം ഈശോയെ ഉള്ളിൽ കിട്ടാൻ പോവുകയാണ്. പിന്നെ പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞു. ഇപ്പം സ്വർഗം അങ്ങനെ അനുഗ്രഹിച്ചിരിക്കുക. അപ്പം പിന്നെ വേറൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കൂദാശകളിലൂടെ, അതുപോലെ കർത്താവിൻ്റെ ഈ പീഡാനുഭവ സ്മരണ അയവിറക്കുന്ന ഈ കുർബാനയിലൊക്കെ നമ്മൾ പങ്കുചേരാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾക്ക് അങ്ങ് നിന്നു കൊടുത്താൽ മതി. കർത്താവ് എല്ലാം ചെയ്തു തരും. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന ദൈവമാണ്.
നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്നതിനും മുമ്പ് തന്നെ അറിയുന്ന ദൈവമാണ്. അതാണ് ഇന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഇത് നമുക്ക് ദൈവം തരുന്നൊരു ഉറപ്പാണ്. ചോദിക്കൂ, നിങ്ങൾക്ക് ലഭിക്കും. മത്തായിയുടെ സുവിശേഷം തന്നെ 6-ാം 8-ാം പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നമ്മളിപ്പോൾ എന്താണ് മനസ്സിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞ് എന്താണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് അറിയാവുന്ന ദൈവം നമുക്കത് സാധിച്ചു തരും. അത്ര നല്ല ദൈവമാണ് നമ്മുടേത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 65-ാമത്തെ 24-ാം ഇങ്ങനെ തന്നെ ഒരു വിളിക്കും മുൻപേ കേൾക്കുന്ന ദൈവം, അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പ് തന്നെ ഞാനത് കേൾക്കും. ഇങ്ങനെയൊക്കെ ഉറപ്പ് തരുന്ന ദൈവമാണ്. നമ്മൾ പലർക്കും അനുഭവം ഉണ്ടാവും, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ, പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥന കേട്ടിട്ടുള്ള അനുഭവം. ചിലപ്പോൾ ഒന്നും പ്രാർത്ഥിക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈവഹിതമനുസരിച്ചങ്ങ് നീക്കം ചെയ്യുമ്പോൾ, ഓരോ കാര്യങ്ങളങ്ങ് നടത്തുമ്പോൾ, ദൈവഹിതമനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമ്മളതിൻ്റെ ക്രമമായ രീതിയിൽ അങ്ങ് ചെയ്യുമ്പോൾ നമുക്കത് ദൈവം സാധിച്ചു തരും. കർത്താവിൻ്റെ കൽപ്പനകളൊന്നും ലംഘിക്കാതെ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് തന്നെ നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവം സാധിച്ചു തരും, ഒന്നും ചോദിക്കാതെ തന്നെ. അതങ്ങനെ എത്ര പേർക്ക് അനുഭവമുണ്ട്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ, കർത്താവെ ഞാനങ്ങ് വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, എൻ്റെ ആത്മാവിൽ അവിടുന്ന് ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഇത് വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അപ്പം നമ്മൾ പലരും ഇവിടെ എല്ലാവരും തന്നെ വന്നിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനയുമായിട്ടാണ്, ഇല്ലേ? ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, വിവാഹമാകട്ടെ, കുഞ്ഞാകട്ടെ, ജോലിയാകട്ടെ, കടബാധ്യതയാകട്ടെ, എന്തുമാകട്ടെ, ഇതെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം സാധിച്ചു തരും എന്നത് വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. ഈശോ തന്നെ നമ്മളോട് വളരെ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുവിൻ, എൻ്റെ നാമത്തിൽ ചോദിക്കുക. അത് യോഹന്നാൻ 14:14 അത് 3 തവണയാണത് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 14:14, അതുപോലെ തന്നെ യോഹന്നാൻ 15-ാം അധ്യായത്തിലും യോഹന്നാൻ 16-ാം അധ്യായത്തിലും ഒരു കാര്യം 3 പ്രാവശ്യം പറയുന്നത് അത് പാടല്ല, അത് കൃത്യമാണ്, അത് കൃത്യമായിട്ട് സംഭവിക്കുമെന്ന് അത് ഉറപ്പുള്ളത് കൊണ്ട് ഈശോ പറയുകയാണ്, യോഹന്നാൻ 14:14, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. എൻ്റെ നാമത്തിൽ ചോദിക്കാം. ഇനി യോഹന്നാൻ 15:16 വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. ഇനി വീണ്ടും യോഹന്നാൻ 16:23 വാക്യത്തിൽ, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കവൻ നിങ്ങൾക്ക് ലഭിക്കും, അപ്പോൾ അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ കാലയളവിൽ ചിലപ്പോൾ ഒരു കുടുംബത്തിലുള്ള വിഷയം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് വലിയ അർത്ഥമുണ്ട്, ചിലപ്പോൾ അനുരഞ്ജനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ട്. അപ്പോൾ യേശുനാമത്തിൽ ചോദിക്കുക. അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന കാര്യമാണ്, ഭൂമി നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. അത് ഇന്ന കാര്യമെന്ന് പറയുന്നില്ല, ഏത് കാര്യവും 2 പേർ യോജിച്ച് ചോദിക്കുന്ന. അത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ അനുരഞ്ജനപ്പെട്ട്, വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ചോദിക്കുക എന്നർത്ഥമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ 2 പേര് ഒരുമിച്ച് നിന്നിട്ട്, ചില ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും ഇങ്ങനെ ഒരുമിച്ച് 2 പേര് ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ സാധിച്ചു തരും എന്നുകൂടി മനസ്സിലാക്കുന്നത് എത്രയോ സുന്ദരമാണ്. 2 പേർ, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. അപ്പം അത്ര സുന്ദരമായ
ഒരു അനുഗ്രഹമാണ് നമുക്ക് വചനത്തിലൂടെ ദൈവം തരുന്നത്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം അതിൽ 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചോദിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചോദിച്ചാൽ നമുക്കത് കിട്ടും. അത് നമുക്ക് വൈകിയാണെങ്കിലും നമ്മിലത് വന്നു ചേരും. അതാണ് നമുക്ക് അങ്ങനെ എത്രയോ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ 2009 അച്ഛനാകുമ്പോഴും ആ വർഷം വേളാങ്കണ്ണിയിലൊക്കെ വന്നൊരു ശുശ്രൂഷയൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഇത്ര ഒരു വൈദികൻ എന്ന നിലയിൽ അത് ഒരു ഭാഗ്യമാണ്. ഇപ്പം 2024 എനിക്കതിന് അവസരം ലഭിച്ചത്. അപ്പോൾ ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വന്നപ്പോൾ ആ കാര്യം റെഡിയാകുന്നത് വരെ എന്തു ചെയ്യുമെന്ന് പിതാവിനോട് ചോദിച്ചു. അപ്പോൾ പിതാവ് എന്തെങ്കിലും ഒരു ചെറിയൊരു കോഴ്സ് എന്തെങ്കിലും ചെയ്യുമോ, കുറച്ച് ചിലപ്പോൾ 5-6 മാസത്തെ ഇടവേള വരികയാണെങ്കിൽ. അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ എൻ്റെ ബിഷപ്പിനോട് ചോദിച്ചു, പിതാവേ എനിക്ക് വേളാങ്കണ്ണി തരുമോ? പക്ഷേ ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ല. പിന്നീട് അത് മാർച്ച് മാസത്തിലായിരുന്നു, 2024 മാർച്ച് മാസത്തിൽ ചോദിച്ചിട്ട് കിട്ടിയില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ഓൾറെഡി ഒരു അച്ഛൻ ഇവിടെ വന്നു, പിന്നെ അടുത്ത ആൾക്ക് ചാൻസ് ഇല്ല എന്ന് അങ്ങനെ അറിയുകയുണ്ടായി. പിന്നീട് 2024 തന്നെ ഒക്ടോബറിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ രൂപതയുടെ വാർഷിക ധ്യാനം ഇവിടെ നടത്തപ്പെടാനിടയായി. അത് ഈ വേളാങ്കണ്ണിയിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും അത് പിതാവ് ആഗ്രഹിക്കുകയും ചെയ്തു, ഞാനും ആഗ്രഹിച്ചു. എങ്ങനെയൊക്കെയോ അത് 2 ആഴ്ചക്കുള്ളിൽ ഒക്ടോബർ മാസത്തിൽ 2024 ഒക്ടോബർ 16-ാം തീയതി എനിക്കിവിടെ വരാൻ സാധിച്ചു. ഇത് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് സാധിച്ചു തരും എന്ന് എൻ്റെ അനുഭവം. ചിലപ്പോൾ നമുക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം, ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മൾ ചോദിക്കുമ്പോൾ അപ്പം തന്നെ കിട്ടണമെന്നൊന്നുമില്ല, പക്ഷേ ദൈവം സാധിച്ചു തരും. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, ഏത് കാര്യമായാലും ദൈവം അങ്ങക്ക് തിരുമനസ്സാകുന്നെങ്കിൽ എനിക്ക് സാധിച്ചു തരണമേ. ഈശോ അതല്ല അങ്ങനെ പ്രാർത്ഥിച്ചത്. എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്, ലാറ്റിൻ ക്രമത്തിലെ കുർബാനയിലും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഭാഗം, അതിന് മുൻപായിട്ട് പുരോഹിതൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അത് ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മയാണ്. യഥാർത്ഥത്തിൽ ലാറ്റിൻ കുർബാനയിൽ ആ സമയത്ത് വിശ്വാസികൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവ് എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങയുടെ ഇഷ്ടം പോലെ നിറവേറ്റിത്തരണമേ. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഓരോ കാര്യങ്ങൾ അതിൻ്റെ എന്തെങ്കിലും കുരുക്കുകളുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചതയും നമുക്ക് ശരിയാക്കി തരും. നമുക്ക് ഈ തപസ് കാലത്ത് അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി, ഞാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണോ ചോദിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചോദിച്ചാൽ അത് നമുക്കറിയാൻ സാധിക്കും, ഇത് ദൈവഹിതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവഹിതമനുസരിച്ച് ചോദിച്ചാൽ നമുക്ക് അത് സാധിച്ചു കിട്ടും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈസ്റ്റർ കാലയളവിൽ കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ എത്രയോ പേരോട് ചില ഡേറ്റുകളൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്, ചില തിരുനാളുകൾ തന്നെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഈ വർഷം പ്രാർത്ഥിക്കാവുന്ന 2-3 തിരുനാളുകളും, ഒന്ന് ഈസ്റ്ററാണ്, ഏപ്രിൽ 5. ഏപ്രിൽ 5-നുള്ളിൽ കർത്താവെ എനിക്ക് ഇന്നൊരു കാര്യം സാധിച്ചു തരണമേ, അങ്ങനെ പ്രാർത്ഥിക്കൂ നിങ്ങൾ. ഇനി ഓഗസ്റ്റ് 15, അത് പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. അപ്പം മറിയം ഈ ഭൂമിയിലെ കെട്ടുകൾ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തയായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെയും സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഇനി സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേയാണ്. മാതാവിനോട്, മാതാവേ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമേ. ഇനി ഡിസംബർ 25 ഈശോയുടെ ബർത്ത്ഡേയാണ്. ഞാനിത് പറയുന്നത്, ചില കാര്യങ്ങൾ ഇപ്പം നാളെ സംഭവിക്കും, ചില കാര്യങ്ങൾക്ക് നമ്മൾ ഒത്തിരി സമയം കൊടുക്കണം. ഇല്ല, വിവാഹം പോലുള്ള കാര്യങ്ങൾ, ജോലി പോലുള്ള കാര്യങ്ങൾ കുറച്ച് സമയം കൊടുക്കണം. ഇപ്പം ഇന്ന സമയത്തിനുള്ളിൽ
കർത്താവെ എനിക്കൊന്ന് സാധിച്ചു തരണമേ. എന്നിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ബുദ്ധി അനുസരിച്ച് ഇല്ലേ, ബിഷപ്പിനോട് ചോദിച്ചതുപോലെ പിതാവേ എനിക്ക് വേളാങ്കണ്ണി തരുമോ എന്ന് ചോദിച്ചതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ ചില ആളുകളുമായിട്ട് സംസാരിക്കണം. നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയുന്ന, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ചില ആളുകളോട് നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ച് ചോദിക്കണം. അപ്പം ദൈവം വഴി അതുപോലെ ഇങ്ങനെ തെളിയിച്ചു തരും. അങ്ങനെ ഒരു അനുഭവം ഈ ഈസ്റ്റർ കാലയളവിൽ നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ലൊരു അനുഭവം. കർത്താവ് കൂടെയുള്ള ദൈവമാണ്, അങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ശക്തമായ ദൈവാനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇല്ല, പുറത്തുനിന്ന് അടച്ച കല്ലറ അകത്തുനിന്ന് തുറന്ന് പുറത്തേക്ക് വന്നവനും നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വിവാഹമാകട്ടെ, കുഞ്ഞില്ലാത്ത അവസ്ഥയാകട്ടെ, കടബാധ്യതയാകട്ടെ, രോഗമുള്ള അവസ്ഥയാകട്ടെ, എന്തവസ്ഥയായാലും ഇനി എനിക്ക് വഴിയില്ല എന്ന് വിചാരിക്കുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശപ്പെട്ടു പോയ മേഖലകളിലെല്ലാം ഈശോ ആ പ്രത്യാശയുടെ പ്രകാശമായിട്ട് വന്ന് അതൊക്കെ തുറന്ന് അന്ധകാരമെല്ലാം മാറ്റി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമായി ഇതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ, മോഹങ്ങൾ തൻ താഴ്വരയിൽ ഞാനലയും നാളുകളിൽ സ്നേഹമോടെ തേടി വന്ന നിന്റെ കാരുണ്യം സ്മരിച്ചിടുമെന്നുമേ ഞാൻ, സ്തുതിച്ചിടുമങ്ങയെ സ്മരിച്ചിടുമെന്നുമേ ഞാൻ, സ്തുതിച്ചിടുമങ്ങയെ. തിരുഹിതമാണെനിക്ക് ഏകപാതയെന്നും നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ. പരിശുദ്ധമ്മേ, ഈ സങ്കടങ്ങളുടെ ജീവിതാവസ്ഥകളിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ഈ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങൾക്ക് ഈസ്റ്ററിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു പ്രത്യാശയുടെ പ്രകാശം പരക്കത്തക്ക വിധത്തിൽ ഞങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകണമേ. ഞങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരാൻ അമ്മ പ്രത്യേകം ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. ആഴ്ചയേകാം ജീവിത കാരുണ്യവാനായി നല്ല ദൈവമേ, ആശയിൽ പേരാശയിൽ ആഴ്ചയേകാം ജീവിത കാരുണ്യവാനായി നല്ല ദൈവമേ, സ്നേഹമായി സാദരം സ്വീകരിച്ചാലോ, ഏലയായി എന്നുടെ ഈ കാഴ്ചകൾ. പ്രിയ
സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെ സഹോദരരെ കരങ്ങളിൽ നീ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കുന്നവരുടെ അപേക്ഷകളിൽ അങ്ങ് കാരുണ്യവാനായിരിക്കുകയും അങ്ങ് ജനത്തിൻ്റെ കാഴ്ചകളും പ്രാർത്ഥനകളും സ്വീകരിച്ച് ഞങ്ങളേവരുടെയും ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കണു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മനസ്സങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ സവിശേഷമായ തപസ്സുകാലം കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ചു നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ ഞങ്ങൾ നശ്വരമായവയിൽ നിന്ന് മോചിതരായി അനശ്വരമായവയിൽ മുഴുകുവാനും ഇടയാകുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യനുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക്
ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാൽ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരരുതേ. അങ്ങ് മരണമെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഖയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ 14 പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജമിത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത്
സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്ക്. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുണിയാണ് എൺകളിൽ കണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുണിയാണ് എൺകളിൽ കണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുണിയാണ് എൺകളിൽ സമാധാനം നൽകണമേയും. കർത്താവായ യേശുക്രിസ്തു അങ്ങ് തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും വിധിക്കും നിത്യനാശത്തിനും കാരണമാകാതെ അങ്ങ് കാരുണ്യത്താൽ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധമായി തീരുമാറാകട്ടെ. നമുക്ക് ഈ സമയം ഒന്ന് സാധിക്കുമെങ്കിൽ ഒന്ന് മുട്ടുമെന്ന് നിൽക്കാം. മുട്ടുമെന്ന് നിന്നിട്ട് സാധിക്കുന്നത് പോലെ എന്നിട്ട് നിങ്ങളുടെ വിഷയത്തിൽ ഈശോയെ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഗെത്സമൻ തോട്ടത്തിൽ ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ ഒന്ന് ഓർത്ത് മനസ്സിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാനുണ്ട്, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കു ഉച്ചരിച്ചാൽ മാത്രമതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സമുദ്ധാരണത്തിൻ്റെ സംരക്ഷണത്തിനായി അങ്ങ് നൽകിയ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഇപ്പോഴും വരുംകാലത്തും ഞങ്ങൾക്ക് ഔഷധമാക്കി തീർക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ചാശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്നെല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ